കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പ് മൊറാഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസ്മയിൽ കൊല്ലപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുജോ എന്നയാളായിരുന്നു പ്രതി. അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ആ സമയത്ത് ആ പ്രതിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് മൊറാഴയിലെ തന്നെ ഓട്ടോ ഡ്രൈവറായ മനോജേട്ടനാണ്. അവൻ എന്നെ സമീപിച്ച് നാട്ടിലേക്ക് പോകേണ്ടതെന്ന് നാട്ടിൽ നിന്ന് അനുജൻ വരുന്നുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഒരു മണിക്ക് 1:20 വണ്ടി. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി പോയി. ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു അടുത്ത ദാമരം എന്ന് പറഞ്ഞ ഒരാൾ കടക്കാരിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വണ്ടിയിലിരിക്കുന്ന ഒരു കൊലക്കേസ് പ്രതിയാണ്, ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളെ കൊലപ്പെടുത്തിയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എന്ത് കാരണവശാലും സ്റ്റേഷനിൽ എവിടെയും എത്തിക്കണം എന്ന് പറഞ്ഞു പോലീസിനെ. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും കേട്ട പാടന്നെ ഞാൻ ഒരു വാക്കും പോലീസോ സ്റ്റേഷനിൽ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ ഞാനത് ഈസി ആയിട്ട് അതൊക്കെ പ്രശ്നമില്ലടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഈസിയിൽ അവന് ഒരു സംശയമില്ലാത്ത രീതിയിൽ ഞാനവിടെ അത് ആ സമയത്ത് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 10-20 കോളാറ്റം വന്നിരുന്നു. പക്ഷേ അതിന് പിന്നെ ഇവനൊരു സംശയം ചെയ്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ട്രിപ്പ് പോകേണ്ടതാണ്, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഒരു മനസ്സിലാണ്ട് ചെന്ന് വളപട്ടണം കഴിഞ്ഞ സമയത്ത് ഞാൻ റോഡ് മാറ്റി തിരിച്ചു വിട്ടു. ലെഫ്റ്റിലേക്ക് പോകേണ്ടത് വലത്തോട്ട് വളപട്ടണം സ്റ്റേഷനിലേക്ക് റോഡ്. ഞാൻ പറഞ്ഞു, ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഞാൻ നേരെ പോയി സ്റ്റേഷനിലേക്ക് അവരെ കൈകളിലേക്ക് ഹാൻഡ് ഓവർ. സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ മനസ്സിലായില്ല സ്റ്റേഷനാണ്. അത് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം അതിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും കാണാൻ സാധിച്ചില്ല. നേരെ സ്റ്റേഷനിലേക്ക് കയറ്റി. അപ്പോൾ അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൗൺസിലർ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. തയ്യാറായി നിൽക്കുക. തയ്യാറായിട്ട് നമ്മളെ കാത്തു നിൽക്കുമായിരുന്നു.